നമസ്കാരം. അംഗനവാടി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് തനിക്കെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെ പരസ്യമായി വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MJ യദുകൃഷ്ണനെയാണ് ഗണേഷ് താക്കീത് ചെയ്തത്. പട്ടാഴി പുളിവിള അംഗനവാടി ഉദ്ഘാടന വേദിയിൽ വെച്ചായിരുന്നു ഗണേഷ് കുമാറിന്റെ ഈ പ്രസംഗം. പേടിപ്പിച്ചാൽ പേടിക്കുന്നയാള് വേറെയാ, മേലുനോവാതെ നോക്കുന്നതാവും അവരവർക്ക് നല്ലത്. നല്ല കാര്യം നടക്കുമ്പോൾ മൂക്ക് മുറിച്ച് ശകലം മുടക്കുകയാണ് എന്നിങ്ങനെ മന്ത്രി ഭീഷണിയുടെയും താക്കീതിന്റെയും സ്വരം പ്രസംഗത്തിൽ ഉടനീളം പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെയും ഗണേഷ് കുമാറും യദുകൃഷ്ണനും തമ്മിൽ പലവട്ടം വാക്പോര് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ സംഭവ വികാസം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഗണേഷ് കുമാർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതായി ആരോപിച്ച് യദുകൃഷ്ണൻ കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി തുടർവാദം കേൾക്കാനായി മാറ്റിയിരിക്കുകയാണ്. ഈ സംഭവത്തോടെ യദുകൃഷ്ണനും മന്ത്രിയും പല വേദികളിലും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. MLA ഫണ്ട് വിനിയോഗിക്കുന്ന പരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നതായാണ് യദുകൃഷ്ണൻ ആരോപിച്ചത്. കൂടാതെ അംഗനവാടി ഉദ്ഘാടനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ യദുകൃഷ്ണനെ ക്ഷണിച്ചിരുന്നുമില്ല. ഇതിനെതിരെ അദ്ദേഹം ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇതാണ് മന്ത്രി ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചത്. മുമ്പ് KB ഗണേഷ് കുമാർ ഈ പണി നിർത്തി പോത്തിനെ കുളിപ്പിക്കാൻ പോകണമെന്ന യദുകൃഷ്ണന്റെ വിമർശനം വിവാദമാകുകയും ഇതിനോട് കടുത്ത ഭാഷയിൽ ഗണേഷ് കുമാർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പോത്തിനെ കിട്ടാനില്ലാത്തതിനാൽ പറഞ്ഞയാൾ കുനിഞ്ഞു നിന്നാൽ കുളിപ്പിച്ചു തരാം എന്നായിരുന്നു KB ഗണേഷ് കുമാർ ഇതിന് നൽകിയ മറുപടി. പട്ടാഴിയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ഈ പ്രസ്താവന. പോത്തിനെ കുളിപ്പിക്കുന്നത് മോശമായ കാര്യമല്ല എന്നും താൻ പണ്ട് പശുവിനെയും ആനയും എല്ലാം കുളിപ്പിച്ചിട്ടുണ്ട് എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. പോത്തിറച്ചി കഴിക്കാമെങ്കിൽ അതിനെ കുളിപ്പിക്കുകയും ചെയ്യാമെന്നും KB ഗണേഷ് കുമാർ തിരിച്ചടിച്ചു. സ്വന്തം വീട്ടിലെ ശൗചാലയം കഴുകുന്നയാളാണ് താനെന്നും അന്ന് MJ യദുകൃഷ്ണന്റെ മറുപടിയായി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. നന്ദി.